7 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു കലോത്സവം എത്തുന്നത്. 2017 ഇതിനു മുന്നേ കലോത്സവം വന്നത്. വീണ്ടും 7 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിൻ്റെ നമ്മുടെ പയ്യന്നൂരിൻ്റെ വിരുമാറിൽ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം അതിൻ്റെ 4ാം നാളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. നാളെയാണ് അവസാന ദിവസം 5ാം നാൾ. ഇപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത്, ലൈവിലുള്ളത് തലശ്ശേരി തിരുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നടന്ന അറബിക് മോണോക്ട് മത്സരത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡ് നേടിയിരിക്കുന്ന നമ്മുടെ ഋതുനന്ദ വി പി ആണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഋതുനന്ദ വി പിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ വി പി എന്ന് പറഞ്ഞത്? എന്താണ് വീട്ടുപേര്? വീട്ടുപേര് എന്താണ്? ഫുള്ള് വാഴയിൽ പെരുമുണ്ടേരി. ഇവിടെ വാഴയിൽ പെരുമുണ്ടേരി. വാഴയിൽ പെരുമുണ്ടേരി. വലിയ പേരാണല്ലോ. ഓക്കെ. വാഴയുമായി പിരിയാനാവാത്ത ബന്ധമാണുള്ളത് അല്ലേ? വാഴ അല്ലേ? വീട്ടു പേര് തന്നെ വാഴയുണ്ട്, അതാണ്. ഓക്കെ. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് എത്ര മണിക്ക് ഇവിടെ എത്തി കലോത്സവ വേദിക്കരിയിൽ? അത് ഒരു വലിയ കഥയാണ്. അതൊരു വലിയ കഥയാണ്. ആ കഥ കഴിഞ്ഞിട്ടാവും നമുക്ക് പിന്നെ ഈ അറബിക് മോഡലിൻ്റെ കഥ പറയാൻ വേണ്ടി. പറഞ്ഞോ, തലശ്ശേരിയിൽ നിന്ന് എത്ര മണിക്ക് നിങ്ങൾ ട്രെയിൻ കയറി? ആദ്യത്തെ ചോദ്യം. ജഡ്ജസ് പ്ലീസ് ഇവിടെ പറയാൻ വേണ്ടി പോവാണ്. പറഞ്ഞോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10:15 ഒരു ട്രെയിൻ ഉണ്ട്. 10:15 ട്രെയിൻ ഉണ്ട്. ആര് പറഞ്ഞു? ഗൂഗിൾ നോക്കി പറഞ്ഞല്ലേ. പറഞ്ഞോ, ഇപ്പം എല്ലാ ഗൂഗിളിനെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പലപ്പോഴും ഗൂഗിൾ നേരെ പുഴയിലേക്കൊക്കെ എത്തിക്കുന്ന സംഭവം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങള് 9:50 ആകുമ്പോഴത്തേക്ക് സ്റ്റേഷനിലെത്തി. വേഗം 10:15 ട്രെയിൻ. 10:15 ട്രെയിൻ. 9:50 ആകുമ്പോഴത്തേക്ക് സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് ഒക്കെ എടുത്ത് അപ്പോൾ അങ്ങനെ ഇതാക്കിയപ്പോൾ ഒരു ട്രെയിൻ വന്നു. അതും പയ്യന്നൂർ വഴി തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ട്രെയിനിൽ കയറി പയ്യന്നൂർ വഴി പോകുന്ന ട്രെയിനിൽ കയറി. ശേഷം പയ്യന്നൂർ എത്തിയിട്ട് നിർത്തിയിട്ടില്ല. അപ്പോഴും അടുത്തുള്ള ആളെടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലായേ കണ്ണൂർ കഴിഞ്ഞിട്ട് എനിക്ക് കാസർഗോഡ് നിർത്തി. വെരി ഗുഡ്, വളരെ കറക്റ്റ് കിട്ടിയ. ഭയങ്കര സംഭവം. കറക്റ്റ്. ശുഭം. എന്നിട്ട് കാസർഗോഡ് ഇറങ്ങിയോ? കാസർഗോഡ് ഇറങ്ങി. എനിക്കെന്താ അറിയാം, ഭയങ്കര ഭാഗ്യം വെച്ചാൽ പിന്നെ ഇങ്ങനെ പയ്യന്നൂരിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നേരെ കാസർഗോഡ് വരെ സുഖമായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് വന്നു. സ്റ്റോപ്പിൽ നിർത്താൻ പറ്റില്ല. എന്നിട്ട് കാസർഗോഡ് ഇങ്ങോട്ട് എങ്ങനെ വന്നു? വേറെ ട്രെയിൻ വന്നോ? അവിടെ ഒരു ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ട്രെയിനിന് കൃത്യമായിട്ട് ഇവിടെ അതിവിടെ ഇറങ്ങി. അപ്പൊ ഓസിക്ക് വെറുതെ കാസർഗോഡ് വരെ പോയിട്ട് വന്നു. നല്ല കാര്യം. എന്തായാലും നമ്മള് പയ്യന്നൂർ ഇറങ്ങേണ്ട ഈ ട്രെയിനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം. ട്രെയിനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ താമരശ്ശേരി ചുരമാരായി പോകും. പയ്യന്നൂർ ഇറങ്ങേണ്ട ടിക്കറ്റ് എടുത്തിട്ട് കാസർഗോഡേക്ക് ഉള്ള ട്രെയിനിൽ കയറി. കുഴപ്പമില്ല, ശരി, നല്ല കാര്യം. എന്തായാലും ആ ഒരു യാത്ര നല്ല സന്തോഷമുള്ള യാത്രയായിരുന്നു. ടെൻഷനുള്ള യാത്രയായിരുന്നു. അല്ല, ഇവിടെ എത്ര മണിക്ക് മത്സരം തുടങ്ങുന്നു പറഞ്ഞേ? ഇവിടെ 2 മണിക്ക് മുന്നേ എത്താനാ പറഞ്ഞു. അപ്പൊ 2 മണിയാകുമ്പോ തുടങ്ങാന്ന് പറഞ്ഞു. പക്ഷേ തുടങ്ങിയപ്പോഴത്തേക്കൊരു 2:30 അങ്ങനെ. നിങ്ങൾ കാസർഗോഡ് ഇവിടെ കാസർഗോഡ് നിന്ന് പയ്യന്നൂർ എത്ര മണിക്ക് എത്തി? തിരിച്ചിട്ട് 12:45 എത്തി. സന്തോഷായി. ഈ കാര്യം വീട്ടിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നില്ലേ? അമ്മയുടെ പേരെന്താ? സീമ. അച്ഛൻ്റെ പേര് ശശി എന്നാണോ? രമേശ് ചേട്ടാ. ഓക്കെ. അപ്പം ആരാണ് ട്രെയിനിൽ കയറാൻ വേണ്ടി പറഞ്ഞത്? അച്ഛനാണോ നിങ്ങളാണോ ആദ്യം മുൻകൈ എടുത്തത് ട്രെയിനിൽ കയറാൻ? ഞാൻ 2 പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, കയറണ്ടാന്ന്. അയ്യോ അച്ഛാ പോവല്ലേ. അല്ല, അത് തന്നെയാണോ ട്രെയിനിലുള്ള ചോദിച്ചത്. അച്ഛൻ പറഞ്ഞു ഏതായാലും പയ്യന്നൂര് വഴി പോകണല്ല. അല്ല, അതുവഴിയും പോവാലോ. അവരവിടെ ഇറങ്ങി. അച്ഛാ ഡോണ്ട്. എന്തായാലും വലിയൊരു കഥയാണ് കേട്ടത്. നല്ല കാര്യം. നമുക്കല്ല, ഇതെല്ലാം ഒരു അനുഭവം അല്ലേ? അപ്പം ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം ട്രെയിൻ ഇതന്നെയാണോ അവിടെ നിർത്തുന്നതാണോ എന്നൊക്കെ ചോദിക്കല്ലേ. എല്ലാ ഓരോ അനുഭവങ്ങളും ഓരോ പാഠമാണ്. നല്ല കാര്യം. ഇനി നമുക്ക് ഉറുദു വല്ല അറബിക് മോണാക്റ്റിലോട്ട് കിടക്കാം അല്ലേ? ആരാണ് മോണാക്റ്റിന്റെ ഗുരുനാഥൻ? ആരാ? സാർ, അറബിക് സാർ, ഹാരിസ് സാർ. എന്താ പേര് സാറിന്റെ? ഹാരിസ് സാർ. അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാ? വാണിമേലാണ്. ഓക്കെ, ശരി. മാഷ് ഇവിടെ വന്നിട്ടുണ്ടോ കൂടെ? വന്നിന്. ഇപ്പം സാറിന് ട്രെയിന് ഇപ്പൊ 7 മണിക്കേ ഉള്ളൂ. അല്ല പോട്ടെ, നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ എത്ര മണി ട്രെയിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് തലശ്ശേരി നിർത്തുന്ന ട്രെയിനെ നോക്കണം. ഇല്ല, തിരുവനന്തപുരത്താണ് നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. അതാണ് പറഞ്ഞത്. 9 മണി ട്രെയിൻ ഉണ്ട്. 8 മണിക്ക് ട്രെയിൻ ഉണ്ട്. കുഴപ്പമില്ല, അത് ഫിക്സ് ആക്കുക. ഓക്കെ, റെഡി. അപ്പം മോണാക്റ്റില് എത്ര കഥാപാത്രം ഉണ്ടായിരുന്നു അതിൽ? മോണാക്റ്റില് ഇപ്പം 5 കഥാപാത്രങ്ങൾ. 5 അങ്ങനെയല്ല. അല്ലേ, പറഞ്ഞു മൈക്കിൽ തന്നെ പറയാം. ഏതൊക്കെ കഥാപാത്രങ്ങൾ? റയ്യാൻ, മാലിക്,
പിന്നെ ആരാ ബാബ ബാബ ഉപ്പ ആ പിന്നെ റെയ്യാൻ വന്ന് മുത്തശ്ശി അത് കഴിഞ്ഞ് ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്ന പിന്നെ ഒരാള് നായകനായിട്ട് നായകനായിട്ട് ചാക്യാറ് 7 പിന്നെ ആരാ പിന്നെ ഉമ്മ 8 കഥാപാത്രം ഉണ്ട് ഈ മോണാക്റ്റിലൂടെ. അപ്പൊ ഞാനൊക്കെ മോണാക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതില് 3-4 കഥാപാത്രം ഉണ്ട്. ഇല്ല ഒരാളും കൂടി ഉണ്ട് 9 ജയിലിലെ ഇവരില്ലേ 9 കഥാപാത്രങ്ങളാണ്. 9 കഥാപാത്രങ്ങളാണ് നമ്മുടെ പിന്നെ ഋതുനന്ദയുടെ പിന്നെ വാക്കിലൂടെയും അഭിനയത്തിലൂടെയും നമ്മുടെ സ്റ്റേജിലേക്ക് വരികയും ജനങ്ങളത് കാണുകയും അതിലൂടെ ജഡ്ജസ് തീരുമാനിച്ച് 1ാം സമ്മാനം കൊടുക്കുകയും A ഗ്രേഡ് കൊടുക്കുകയും ചെയ്തു. 9 കഥാപാത്രങ്ങൾ. ഇതെന്താ സംഭവം? ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഭയങ്കര സംഭവം. എന്തായാലും അറബിക്ക് അപ്പം ഇതെങ്ങനെയാ പിന്നെ ഈ അറബിക്ക് പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആദ്യമൊക്കെ ഞാൻ 2ാം ക്ലാസ് മുതലേ പഠിക്കുന്നു. 2ാം ക്ലാസ് സെന്റ് പീറ്റേഴ്സ് UP സ്കൂളിൽ. അപ്പോൾ സെമീറ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ് മുതലേ പഠിക്കുന്നു. പിന്നെ GHSS തിരുവങ്ങാട് സ്കൂളിലാണ് ഞാൻ ഇപ്പം പഠിക്കുന്നത്. അപ്പം അവിടെ വന്നപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ അറബി എടുത്താൽ ടഫാവോ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ. പക്ഷെ പിന്നെ ഞാൻ എടുത്തു. വീട്ടിൽ നിന്ന് അറബിക്ക് മോണാക്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അച്ഛനമ്മയും വന്ന് നോക്കും. പാവം രണ്ടാൾക്കൊന്നും മനസ്സിലാവില്ല. ഇല്ല മനസ്സിലാവില്ല. ഞാൻ രണ്ടാളീ ജഡ്ജസ് ആയിട്ട് മുമ്പിൽ നിർത്തും. എന്നിട്ട് പറയും ഇത് അക്ഷരവും സ്ഫുടതയൊക്കെ സാറ് നോക്കിക്കോളും, ആക്ടിങ് ഒക്കെ ഞാൻ അമ്മേനെയും അച്ഛൻ്റെയും മുമ്പിൽ നിർത്തിയിട്ട്. അപ്പൊ അവർ പറയും, അവർക്ക് മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇതിൽ അവരിങ്ങനെ പറയും അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെ അച്ഛനും അമ്മയും തന്നെ മുമ്പിൽ ഇരുന്നിട്ട്. അല്ല അച്ഛൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിനെക്കാട്ട് മുമ്പെയാ. അതിനുശേഷം ഇപ്പൊ അഭിനയിച്ചിട്ടില്ല. ഇപ്പൊ ജീവിതത്തിൽ മൊത്തം അഭിനയം. കേട്ടല്ലോ, ലൈഫിൽ അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പം അച്ഛൻ നല്ല ഒരു നാടക നടനും കൂടിയാണ്. അപ്പം അതിൻ്റെ ഒരു കഴിവായിരിക്കും മോൾ കിട്ടി. അമ്മ എങ്ങനെ? അമ്മ പാട്ടോ ഡാൻസ് നാടകം അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാം ഉണ്ട്. പാട്ടും പാടും, അഭിനയിക്കുകയും ചെയ്യും. ഡാൻസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അമ്മ പഠിച്ചതല്ല, മറ്റേ ക്ലാസിക്കൽ അല്ല, അല്ലാണ്ട് സിനിമാറ്റിക് ഒക്കെ എനിക്ക് പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ അമ്മ എന്നെയാണ് അധികവും പഠിപ്പിച്ചു തരാറ്. സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു സകലകല പല്ലവിയാണ്. അപ്പോൾ നമ്മളിപ്പം ഈ അവതരിപ്പിച്ച 9 കഥാപാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റ് ഒന്ന് ചെറിയാം. റെഡി? അതെല്ലാം കണക്റ്റഡ് ആണ്. എന്തായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ചെറിയ സംഭവം. ലാസ്റ്റ് ഓക്കെ. പിടിക്കണോ? മൈക്ക് പിടിക്കാം. കുഴപ്പമില്ല. റെഡി? ريان كم ساعتنا بوسن كافر هب المدرسة أطلب منك الحلويات أطلب عذرا يا أخي عندي هكنت فقط شوفوا إن احتجنا إلى جسمك واه ما متأ شوفوا في سماء بستان معلقة وفيها ملائكة كثيرة تدونني بالإيمان توقف الساعة مطهرة روح إلى بيتك ريان أين كنت حتى منتصف الليل منذ أيام تكرر هذا أنا بابا لا تتكلم من الودي لا تروح إلى خارج البيت ريان تعال بسرعة اسمع أصوات من الغرفة ريان افتح الباب يا ريان افتح توقف ما بك يا ريان ماذا تحتاج أريد مؤقت إني أتكن على من طازج أتمتع بسكن وصبر പിടിച്ചേ. ഞാൻ എണീറ്റ് പോവാ. ഞാൻ കൊടുവേ, ഞാൻ ഞെട്ടിപ്പോട്ടോ. ഇതല്ല ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞില്ലേ ഹാൽ ഹോ ബാലാ ബാലാ ഹോയ്. ഞങ്ങൾ നമ്മൾ സുമിത്ത് നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പോലെ ഹാൽ ബുൾ 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 എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അവസാനം നോക്കുമ്പോൾ ഭയങ്കര ഫീലിലേക്കിട്ട് പോയി. എന്നാൽ ശരിക്കും ഇതിൻ്റെ ഈ മോണക്കിൻ്റെ എന്താ ആശയം എന്താണ് കൊടുക്കുന്നത്? സന്ദേശം എന്താണ്? ലഹരി അഡിക്റ്റ് ആയിട്ട് ഒരു കുട്ടി കുത്തിവെക്കുമ്പോൾ ലഹരി തന്റെ പിതാവിനെ കൊല്ലുന്നല്ല. അതായത് ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ തന്നെ കൊല്ലുന്ന സംഭവമാണ്. ഓക്കെ. എന്നിട്ട് ജയിലിൽ നിന്നാണ് അവന് തിരിച്ചറിയുന്നത് തന്റെ അച്ഛൻ ഇപ്പൊ ഇല്ല. അത് ശരി. എന്തായാലും നല്ലൊരു മെസ്സേജ് ഉള്ളൊരു മോണാക്റ്റാണ് ലഹരിക്കെതിരെ. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മൾ ഈ ലഹരിക്കെതിരെ എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഒന്ന്, മദ്യപാനം അത് ലഹരിയാണ്. അതായത് പിന്നെ മയക്കുമരുന്ന് ലഹരിയാണ്.
ഈ നമ്മുടെ ഇപ്പം അഭിനയം മോൾക്കൊരു ലഹരിയല്ലേ? ആണോ? ആണ്. അത് തെറ്റാണോ? അത് തെറ്റാണോ? അല്ല. സംഗീതം, പാട്ട് പലർക്കും ലഹരിയാണ്. അത് തെറ്റല്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ലഹരിയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ലഹരി എന്ന് പറഞ്ഞാൽ പല സംഭവമുണ്ട്. അപ്പോൾ ഈ ലഹരി എന്നുള്ള വാക്കല്ല, ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്ന് എന്ന് നമുക്ക് വേണ്ടി പറയാം. നമ്മൾ ഇതിനൊക്കെ നമ്മൾ പലരും പറയുക പിന്നെ ലഹരി എന്നുള്ളത്. ലഹരി പല ആൾക്കും പലതിനോടാണ്. പക്ഷേ മയക്കുമരുന്നിനും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഉള്ള ഒരു ബോധവൽക്കരണ സംഭവം. അടിപൊളി. ഓക്കെ, അപ്പം എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് അറബിക് മോണാക്കിലൂടെ. വാഴയിൽ പെരുമുണ്ടേരി വീട്ടുപേരാണ് കേട്ടോ. അപ്പം പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഋതുനന്ദയുടെ ഈ ഒരു മോണാക്ട് കണ്ടിരിക്കുന്ന ആൾക്കാർ മറ്റുള്ളവർക്കായിട്ട് ഈ ഒരു സന്ദേശം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം മയക്കുമരുന്ന്, മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അത് നമ്മളെ മാത്രമല്ല സമൂഹത്തിനും നാശം ഉണ്ടാക്കുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. കാരണം എനിക്കൊന്ന് മുടിയൊക്കെ പോയി എല്ലാം കൂടി അലങ്കോലാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോട്ടിക്ക് ചെറിയ സമ്മാനം തരുന്നുണ്ട്. യെസ്, നമ്മുടെ പയ്യന്നൂർ മെയിൻ റോഡിലുള്ള ജുജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം മോട്ടിക്ക്. താങ്ക് യു. ഹാപ്പിയാണല്ലോ? യെസ്.